നമസ്കാരം. അധ്യാത്മരാമായണം ഗദ്യ പാരായണമാണ്. 17ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നു. ശ്രീരാമൻ്റെ സന്നിധിയിലേക്ക് സുഗ്രീവൻ എത്തുന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. നമുക്ക് തുടങ്ങാം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ. സുഗ്രീവൻ ശ്രീരാമ സന്നിധിയിൽ. എന്നാൽ ഇനി നമുക്ക് താമസിയാതെ പുറപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവൻ ലക്ഷ്മണനുമായി തേരിൽ കയറി. ദേവസൈന്യത്തോടു കൂടിയ ഇന്ദ്രൻ എന്ന പോലെ സുഗ്രീവൻ പെരുമ്പറ, മൃദംഗം, ശംഖ് തുടങ്ങിയവയിലൂടെ ശബ്ദഘോഷത്തോടെ ഹനുമാൻ, നീലൻ, അങ്കദൻ മുതലായവരോടും വെഞ്ചാമരം, ആലവട്ടം, വെൺകൊറ്റക്കുള തുടങ്ങിയ അലങ്കാരങ്ങളോടും വിപുലമായ വാനര സൈന്യത്തോടും കൂടി ശ്രീരാമചന്ദ്രനെ കാണാനായി സന്തോഷപൂർവ്വം പുറപ്പെട്ടു. ഗൃഹകവാടത്തിലുള്ള പാറയുടെ മുകളിൽ വിഹുലചിത്തനായി ഭാര്യാവിരഹത്താൽ ദുഃഖിച്ച് മരവുരി ധരിച്ച് ശാന്തനായിരിക്കുന്ന ശ്രീരാമദേവനെ കണ്ട് ദൂരത്തു നിന്ന് തന്നെ സുഗ്രീവൻ തേരിൽ നിന്നിറങ്ങി ലക്ഷ്മണനോടൊത്ത് മുന്നോട്ട് നടന്ന് ശ്രീരാമപാദങ്ങൾക്ക് മുമ്പിൽ നമസ്കരിച്ചു. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യത്തോടെ ഗാഠം പുണർന്നു. ഭവാൻ സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീരാമൻ സുഗ്രീവനെ തന്നോടൊപ്പം പിടിച്ചിരുത്തി. തുടർന്ന് അതിഥി സൽക്കാരവും നൽകി സുഗ്രീവൻ വളരെ സന്തുഷ്ടനായി. സീതാന്വേഷണോദ്യോഗം. ഭക്തിപരവശനായ സുഗ്രീവൻ ഭക്തപ്രിയനായ ശ്രീരാമദേവനോട് പറഞ്ഞു, ഈ വന്നു നിൽക്കുന്ന വാനരക്കൂട്ടത്തെ ദയവോടുകൂടി അങ്ങ് നോക്കണം. ഇവിടെ കാണുന്ന വാനര വീരന്മാരെല്ലാം അങ്ങയുടെ പാദസേവ ചെയ്യാൻ യോഗ്യതയുള്ളവരാണ്. പല കുലങ്ങളിലും പല പർവ്വതങ്ങളിലും ജനിച്ചവരും പല നദീതീരങ്ങളിലും ദ്വീപുകളിലും പർവ്വതങ്ങളിലും ജീവിക്കുന്നവരും പർവ്വതതുല്യ ശരീരികളും ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിവുള്ളവരും എല്ലാം ഈ കൂട്ടത്തിലുണ്ട്. അഹങ്കാരികളായ രാക്ഷസന്മാരുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ കഴിവുള്ളവരാണിവർ. ഇവർക്ക് ദേവന്മാരുടെ അംശമുള്ളതിനാൽ ദേവന്മാരുടെ ശത്രുക്കളായ രാക്ഷസന്മാരെ ഇവർ നശിപ്പിക്കും. ഇതിൽ ചിലർക്ക് ആനയോളം ബലമുണ്ട്. ചിലർ 10 ആനകളുടെ ശക്തിയുള്ളവരാണ്. ചിലർ അതിപരാക്രമശാലികളാണ്. ചിലർ സിംഹത്തിന് സമന്മാരാണ്. ഇന്ദ്രനീലക്കല്ലിൻ്റെ നിറമുള്ളവരും സ്വർണ്ണ നിറമുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട്. ചുവന്ന കടക്കണ്ണുള്ളവരും നീണ്ട വാലുള്ളവരുമുണ്ട്. ശുദ്ധ സ്ഫടികം പോലെയുള്ള ശരീരമുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇവരെപ്പോലെ യുദ്ധവൈദഗ്ധ്യമുള്ളവർ വേറെയില്ല. അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഭക്തിയുള്ള വാനരസേന അസംഖ്യമുണ്ട്. കിഴങ്ങുകളും കായ്ക്കനികളും ജലവും ഭക്ഷണമാക്കിയുള്ള സുശീലന്മാരായ ഈ വാനരവർഗങ്ങളെല്ലാം അങ്ങയുടെ ആജ്ഞയനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. ദേവദേവ, രഘുവംശ നായക, ഈ ജാമ്പവാൻ ബ്രഹ്മദേവന്റെ പുത്രനും കോടിക്കണക്കിന് കരടിക്കൂട്ടങ്ങളുടെ നായകനുമാണ്. എൻ്റെ മന്ത്രിയായ ഹനുമാൻ മഹാബുദ്ധിമാനും വായുപുത്രനും ശ്രീ പരമേശ്വരൻ്റെ അംശത്തിൽ പിറന്നവനുമാണ്. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, വലിയ വാലുള്ള മൈന്ദൻ, വിവിധൻ, ഹനുമാന്റെ പിതാവായ കേസരി, പ്രമാഥി, ശരഭൻ, സുഷേണൻ, ശൂരൻ, സുമുഖൻ, ദധിമുഖൻ, ദുർമുഖൻ, ശ്വേതൻ, വലിയമുഖൻ, ഗന്ധമാദനൻ, താരൻ, വൃഷഭൻ, നളൻ, വിനതൻ, താരയുടെ പുത്രനായ അങ്കദൻ എന്നിങ്ങനെ പേരുകേട്ട വാനര രാജാക്കന്മാർ അനവധിയുണ്ട്. എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ അതെല്ലാം അങ്ങേക്ക് സാധിച്ചു തരും. സുഗ്രീവന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് സുഗ്രീവനെ ആലിംഗനം ചെയ്ത് സന്തോഷാശ്രുക്കൾ തൂകി ശ്രീരാമൻ പറഞ്ഞു, എൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി നീ ചെയ്യേണ്ടത് ചെയ്താലും. സുഹൃത്തെ, സീതയെ അന്വേഷിക്കുന്നതിനായി നാനാ ദിശകളിലേക്കും വാനര വീരന്മാരെ അയക്കുക. ശ്രീരാമവാക്യങ്ങൾ കേട്ട് സുഗ്രീവൻ ഇപ്രകാരം ആജ്ഞ നൽകി. 4 ദിക്കിലേക്കും 100,000 വാനരവീരന്മാർ വീതം സേനാനായകന്മാരോടൊത്ത് പോകണം. വിശേഷിച്ചും തെക്കേ ദിശയിൽ പ്രശസ്ത വീരന്മാർ പലരും പോയി അന്വേഷിക്കണം. അങ്കദൻ, ജാമ്പവാൻ, മൈന്ദൻ, വിവിധൻ, തുങ്കൻ, നളൻ, ശരഭൻ, സുഷേണൻ എന്നിവർ ഹനുമാനെയും കൂട്ടി തെക്കേ ദിക്കിലേക്ക് പോകുന്ന വാനര സമൂഹത്തെ നയിക്കണം. സുന്ദരിയായ സീതയെ കണ്ടുപിടിച്ചിട്ട് 30 ദിവസത്തിനകം ഇവിടെ തിരിച്ചെത്തണം. 30 ദിവസം കഴിഞ്ഞു വരുന്നവന് ശ്രീ പരമേശ്വരൻ സത്യമായും ഞാൻ വധശിക്ഷ നൽകും. 4 സംഘത്തെയും യാത്രയാക്കിയ ശേഷം സുഗ്രീവൻ ശ്രീരാമനെ വന്ദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സമീപത്തായി ഇരുന്നു. ഇപ്രകാരം കപിവരൻ പുറപ്പെട്ട സമയത്ത് ഹനുമാൻ ശ്രീരാമനെ ഭക്തിപൂർവ്വം തൊഴുതു നിന്നു. അപ്പോൾ ശ്രീരാമൻ ഹനുമാനെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു, സുഹൃത്തെ, സീതയ്ക്ക് മനസ്സിൽ നിന്നെക്കുറിച്ച് വിശ്വാസമുണ്ടാകാൻ വേണ്ടി രാമനാമാങ്കിതമായ ഈ മോതിരം നീ സീതാദേവിയുടെ കയ്യിൽ കൊടുക്കുക. സീതയുടെ ഉള്ളിലുണ്ടായേക്കാവുന്ന സംശയം ഒഴിവാക്കാൻ
ഇത് ഉപകരിക്കും. എനിക്ക് നിന്നിലുള്ള വിശ്വാസം മറ്റാരിലുമില്ല. പിന്നീട് അടയാളവാക്യവും പറഞ്ഞുകൊടുത്ത് ശ്രീരാമൻ ഹനുമാനെ യാത്രയാക്കി. ലക്ഷ്മി ഭഗവതിയായ സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ വസിക്കുന്ന ദക്ഷിണ ദിശ നോക്കി അംഗദൻ, ജാംബവാൻ, നീലൻ, ഹനുമാൻ, മറ്റു സേനാപതികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് വാനരന്മാർ വിവിധ പർവ്വതങ്ങൾ, നഗരങ്ങൾ, ഗ്രാമങ്ങൾ, വനങ്ങൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ അന്വേഷിച്ചു നടന്നു. അങ്ങനെ ഒരു ദിവസം ഹനുമാൻ തുടങ്ങിയുള്ളവർ വിന്ധ്യാപർവ്വതത്തിലെ വനത്തിലൂടെ തിരഞ്ഞു നടക്കുമ്പോൾ ഘോര മൃഗങ്ങളെ കൊന്നു തിന്നുന്ന ക്രൂരനായ ഒരു രാക്ഷസനെ കണ്ടുമുട്ടി. രാവണനാണെന്ന് കരുതി വാനരന്മാരെല്ലാം കൂടി വേഗം അടുത്തു ചെന്ന് മുഷ്ടിപ്രഹരം കൊണ്ട് ആ രാക്ഷസനെ വകവരുത്തി. അത് രാവണനല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ വീണ്ടും മുൻപോട്ടു പോയി. സ്വയം പ്രഭാഗതി. വാനരപ്പട ഇരുട്ടു നിറഞ്ഞൊരു കാട്ടിനുള്ളിൽ പ്രവേശിച്ചു. എല്ലാവരും ദാഹിച്ചു വലഞ്ഞു. ഉണങ്ങിയ തൊണ്ടയും ചുണ്ടും അണ്ണാക്കും നാവുമായി നടക്കവേ ഭാഗ്യവശാൽ വാനരന്മാർ ഒരു ഗുഹ കണ്ടെത്തി. വള്ളികളും പുല്ലുകളും മൂടിക്കിടക്കുന്ന ആ ഗുഹാദ്വാരത്തിനുള്ളിൽ വെള്ളം ലഭിക്കുമോ എന്നവർ സംശയിച്ചു. ചിറകു നനഞ്ഞ അന്യൽ പക്ഷികൾ, അരയന്നം തുടങ്ങിയവ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പറന്നു പൊങ്ങുന്നതിനിടയിൽ അവയുടെ തൂവലുകളിൽ നിന്ന് വെള്ളം ഇറ്റിച്ചു വീഴുന്നത് അവർ കണ്ടു. ഇത് കണ്ട് അഗ്രഹാരത്തിൽ ജലം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ വാനരന്മാർ ഗുഹാദ്വാരത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇപ്രകാരം തീരുമാനിച്ച ഉടൻ ഹനുമാൻ മുന്നിട്ട് ഗുഹയിലിറങ്ങി. അദ്ദേഹത്തിന് പിന്നാലെ മറ്റുള്ളവരും ഗുഹയിലേക്ക് ഇറങ്ങി. ഗുഹയിലൂടെ നടക്കുമ്പോൾ ഭയങ്കരമായ കൂരിരുട്ടിനാൽ ഒന്നും കാണാൻ കഴിയാതെയായി. വാനരന്മാർ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് കുറച്ചു ദൂരം ചെന്നപ്പോൾ മുന്നിലായി മനോഹരമായ ഒരു പ്രദേശം ദൃശ്യമായി. സ്വർണമയമായതും മനോമോഹനമായതുമായ പ്രദേശമായിരുന്നു അത്. കാണുന്നവർക്ക് വളരെ ആനന്ദകരമായ സ്ഥലം. രത്നം പതിച്ച വക്കുകളോട് കൂടിയ തടാകങ്ങളിൽ തെളിഞ്ഞ വെള്ളം വേണ്ടുവോളം കാണപ്പെട്ടു. പഴങ്ങൾ തിങ്ങി നിറഞ്ഞ ശാഖകളോട് കൂടിയ വൃക്ഷങ്ങൾ, കൽപ്പവൃക്ഷങ്ങളെന്ന പോലെ അവിടെ നിന്നിരുന്നു. അമൃത് പോലെയുള്ള തേൻ നിറഞ്ഞ മരപ്പാത്രത്തോടൊപ്പം പാനീയങ്ങളും ഭക്ഷണപാത്രങ്ങളും നിറച്ച വാസയോഗ്യമായ സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങളും രത്നങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ആ ദിവ്യസ്ഥലത്ത് ആൾപരിമാറ്റം ഉള്ളതായി കണ്ടില്ല. ദേവഗൃഹതുല്യമായ ആ വാസഗൃഹത്തിൽ സ്വർണവും രത്നവും കൊണ്ടുണ്ടാക്കിയ പീഠത്തിൽ വിചിത്ര ആകൃതി പൂണ്ട ഒരു സ്ത്രീയെ വാനരന്മാർ കണ്ടു. ജടാവൽക്കലങ്ങൾ ധരിച്ച് നിശ്ചല ധ്യാനത്തിൽ മുഴുകി അഗ്നിജ്വാല പോലെ വർത്തിക്കുന്ന ആ യോഗിനിയെ കണ്ട് സന്തോഷം നിറഞ്ഞ മനസ്സോടും ഭക്തിയോടും ഭയത്തോടും കൂടി വാനരന്മാർ വണങ്ങി. വാനരന്മാരെ കണ്ട് സന്തോഷപൂർവ്വം യോഗിനി പറഞ്ഞു, നിങ്ങൾ ആരാണെന്നും ഇവിടെ വരാൻ കാരണം എന്തെന്നും എന്നോട് പറയണം. ഇവിടേക്ക് വരാനുള്ള വഴി നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഇനി എങ്ങോട്ടാണ് പോകുന്നത്? യോഗിനിയുടെ ചോദ്യം കേട്ടപ്പോൾ ഹനുമാൻ അവരെ നന്നായി വണങ്ങിയിട്ട് വിനയത്തോടു കൂടി പറഞ്ഞു, എന്നാൽ വൃത്താന്തമെല്ലാം കേട്ടുകൊള്ളൂ. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഉത്തരകോസലത്തിൽ അയോധ്യയെന്ന ഉത്തമമായ ഒരു നഗരമുണ്ട്. ദശരഥൻ എന്ന രാജാവാണ് അവിടെ വാണിരുന്നത്. അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായി. അവരിൽ മൂത്തപുത്രൻ നാരായണ തുല്യനായ ശ്രീരാമനാണ്. പിതാവിൻ്റെ ആജ്ഞയാൽ വനവാസത്തിനായി സഹോദരനോടും പത്നിയായ സീതയോടും കൂടി വസിക്കുന്ന അവസരത്തിൽ ദുഷ്ടനായ രാവണൻ സീതാദേവിയെ കട്ടുകൊണ്ടുപോയി. രാമനും അനുജനായ ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് നടക്കുന്ന അവസരത്തിൽ സൂര്യപുത്രനായ സുഗ്രീവനെ കണ്ടുമുട്ടി. അവർ അന്യോന്യം സഖ്യം ചെയ്തു. ആ സഖ്യമനുസരിച്ച് ശ്രീരാമൻ സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലിയെ വധിച്ച് സുഗ്രീവന് രാജ്യം നൽകി. അതിനു പ്രത്യുപകാരമായി സീതയെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനായി സുഗ്രീവൻ വാനരന്മാരെ എല്ലാ ദിക്കുകളിലേക്കും അയച്ചു. തെക്കേ ദിക്കിൽ അന്വേഷിക്കുന്നതിനായി വന്ന ഞങ്ങൾ 1,00,000 വാനരന്മാരുണ്ട്. ദാഹപരവശരായ ഞങ്ങൾ വെള്ളം മോഹിച്ച് അറിയാതെ ഈ ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോയതാണ്. ദൈവവശാൽ ഇവിടെ എത്തപ്പെട്ട ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് ദേവിയെ കാണാൻ കഴിഞ്ഞു. ഭവതി ആരാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് പറഞ്ഞു തരാൻ ദയവുണ്ടാകണം. ഹനുമാന്റെ വാക്കുകൾ കേട്ട് മന്ദസ്മിതത്തോടെ യോഗിനി പറഞ്ഞു, നിങ്ങൾ പഴങ്ങളും കിഴങ്ങുകളും ഭക്ഷിച്ച് ജലപാനവും നടത്തി തൃപ്തരായി ഉന്മേഷം കൊണ്ടുവരുമ്പോൾ എൻ്റെ വൃത്താന്തമെല്ലാം ഞാൻ പറയാം. അനന്തരം വാനരന്മാർ ഫലമൂലാദികൾ ഭക്ഷിച്ച് തേനും കുടിച്ച് മനസ്സും തെളിഞ്ഞ് ദേവിയുടെ മുന്നിൽ കൈകൾ കൂപ്പി നിന്നു. മനോഹരമായ പുഞ്ചിരിയോടുകൂടി യോഗിനി ഹനുമാനോട് പറഞ്ഞു, ലോകത്തെ മോഹിപ്പിക്കുന്ന രൂപമുള്ളവളും വിശ്വകർമാവിൻ്റെ പുത്രിയുമായ ഹേമ തൻ്റെ
നൃത്തഭേദങ്ങൾ കൊണ്ട് ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിച്ചു. അതുമൂലം പരമശിവൻ ഈ പുണ്യനഗരം അവൾക്ക് നൽകി. അനേകം സംവത്സരങ്ങളോളം അവളിവിടെ ഉത്സവമേളത്തോടെ വസിച്ചു. അവളുടെ തോഴിയായ എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്. ഗന്ധർവപുത്രിയായ ഞാൻ മോക്ഷം തേടി വിഷ്ണു ഭക്തിയോടെ ഇവിടെ വസിക്കുന്നു. ഹേമ ബ്രഹ്മലോകം പൂകി. നിർമ്മല ശരീരിണിയായ ഹേമ എന്നോട് ഇപ്രകാരം പറഞ്ഞിരുന്നു: നീ ഇവിടെ തപസ് ചെയ്തുകൊണ്ട് വസിക്കുക. ഇവിടെ ജന്തുക്കളൊന്നും വരികയില്ല. ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ഭൂമിയുടെ ഭാരം തീർക്കാനായി ദശരഥപുത്രനായി ഭൂമിയിൽ ജനിക്കും. അദ്ദേഹം വനത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയായ സീതയെ രാവണൻ അപഹരിക്കും. സീതയെ അന്വേഷിക്കുന്നതിനായി വാനരന്മാർ നിന്റെ ഗുഹാമന്ദിരത്തിലെത്തും. ആ വാനരന്മാരെ സൽക്കരിച്ചിട്ട് നീ ശ്രീരാമനെ കണ്ടു വണങ്ങുക. ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. അദ്ദേഹത്തെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയാണെങ്കിൽ നിനക്ക് മോക്ഷം ലഭിക്കും. സ്വയംപ്രഭ വീണ്ടും പറഞ്ഞു തുടങ്ങി: അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ശ്രീരാമദേവനെ കാണാനായി പോകുന്നു. നിങ്ങൾക്ക് ഞാൻ പ്രധാന വഴി കാട്ടിത്തരാം. എല്ലാവരും കണ്ണടച്ചു നിൽക്കുവിൻ. ഇത് കേട്ട് വാനരന്മാർ സന്തോഷപൂർവ്വം കണ്ണടച്ചു. ഉടനെ തന്നെ വാനരന്മാർ നേരത്തെ നിന്നിരുന്ന വനപ്രദേശത്തെത്തി. ഇത് വിചിത്രം തന്നെ എന്ന് ഓർത്തുകൊണ്ട് അവരെല്ലാം ആ വഴിയിലൂടെ നടന്നു തുടങ്ങി. സ്വയംപ്രഭാസ്തുതി. സ്വയംപ്രഭ എന്ന യോഗിനി ഗുഹാവാസം ഉപേക്ഷിച്ച് യോഗേശ്വരനായ ശ്രീരാമൻ്റെ സന്നിധിയിൽ ചെന്നെത്തി. ലക്ഷ്മണ സുഗ്രീവ സേവിതനായി നിൽക്കുന്ന ലക്ഷ്മീപതിയെ കണ്ട് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് രോമാഞ്ചം കൊണ്ട ശരീരത്തോടെ തൊണ്ടയിടറിക്കൊണ്ട് സ്വയംപ്രഭ ഭക്തിപൂർവം പല വിധത്തിൽ സ്തുതിച്ചു തുടങ്ങി. ദയാനിധേ, രഘുപതേ, ഞാൻ അങ്ങയുടെ ദാസിയാണ്. ജഗത്പതേ, ഞാൻ അങ്ങയെ കാണുന്നതിനു വേണ്ടിയാണ് ഇവിടെ വന്നത്. അങ്ങയുടെ ഈ രൂപം ദർശിക്കുന്നതിനായി അനേകായിരം സംവത്സരം അങ്ങയെ ധ്യാനിച്ച് ഞാൻ തപസ് ചെയ്തു. എൻ്റെ തപശക്തി കൊണ്ട് അത് ഇന്ന് സഫലമായി. ആദ്യനും ആർക്കും തന്നെ അറിയാൻ കഴിയാത്തവനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. സർവ്വവസ്തുക്കളുടെയും ഉള്ളിലും പുറത്തും സ്ഥിതി ചെയ്യുന്നവനും മായയാകുന്ന തിരശീലയാൽ മറയ്ക്കപ്പെട്ട മായാമാനുഷനുമായ അങ്ങ് ഇപ്പോൾ മനുഷ്യരൂപം പൂണ്ട് കാണപ്പെടുന്നു. അങ്ങ് അജ്ഞാനികൾക്ക് അറിഞ്ഞുകൂടാത്ത വിജ്ഞാനമൂർത്തിയാണ്. ഭഗവത് ഭക്തർക്ക് ഭക്തി ഉളവാക്കാനായി ബ്രഹ്മാദി ദേവകളുടെ അപേക്ഷയനുസരിച്ച് ഭൂമിയിൽ വന്ന് അവതരിച്ച അങ്ങയെ തമോ ഗുണമുള്ള ഞാൻ എങ്ങനെ അറിയാനാണ്? സച്ചിന്മയനായ അങ്ങയുടെ തത്വം ഈ ജഗത്രയത്തിലെ പുണ്യവാന്മാരിൽ ഏതോ ഒരുവൻ അറിഞ്ഞെന്നു വരും. താപസന്മാരുടെ ഉള്ളിൽ കുടികൊള്ളുന്നതും ത്രിവിധ താപങ്ങളെയും നശിപ്പിക്കുന്നതുമായ അങ്ങയുടെ ഈ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ വിളങ്ങട്ടെ. നാരായണ, അങ്ങയുടെ പാദദർശനം മോക്ഷമാർഗം കാട്ടിത്തരുന്നതാണ്. ജനന മരണങ്ങളെ ഭയപ്പെടുന്നവർക്ക് അപ്രാപ്യമായ അങ്ങയുടെ ദർശനം വേദാന്തത്തിലൂടെ ദർശിക്കാവുന്നതും സന്മാർഗദർശകവുമാണ്. പുത്രൻ, ഭാര്യ, മിത്രം, സമ്പത്ത് എന്നിവ കൊണ്ട് അഹങ്കാരികളായ മനുഷ്യൻ രാമ രാമ എന്ന് ജപിക്കുകയില്ല ഭഗവാനെ. എനിക്ക് രാമനാമം ജപിക്കാൻ കഴിയണേ. 3 ഗുണങ്ങളുടെ മാർഗത്തിൽ നിന്നും നിവർത്തിച്ച് നിത്യനും ദരിദ്രരുടെ സമ്പത്തുമായ അങ്ങേക്ക് നമസ്കാരം. നിർഗുണനും ആത്മാരാമനുമായ സീതാഭിരാമ അങ്ങേക്ക് നമസ്കാരം. വേദാത്മനും കാമരൂപിയും ആദിമധ്യാന്തങ്ങളില്ലാത്തവനും എല്ലായിടത്തും ഒരേ നിലയിൽ വർത്തിക്കുന്നവനുമായ നിനക്കല്ലാതെ മറ്റാർക്കാണ് അറിയാൻ കഴിയുക? മനുഷ്യരെ അനുകരിക്കൽ മാത്രമായ നിന്റെ പ്രവൃത്തികൾ ചിന്തിച്ചാൽ എന്തറിയാൻ കഴിയും? നിന്നുടെ മായയാൽ ആത്മാവ് മറയ്ക്കപ്പെട്ടവർ അങ്ങയെ പലവിധത്തിൽ കാണുന്നു. ജന്മവും കർത്തൃത്വവും ഇല്ലാത്ത പരിശുദ്ധാത്മാവായ അങ്ങ് അവസ്ഥാഭേദമനുസരിച്ച് ദേവൻ, മനുഷ്യൻ, തിര്യക്ക് തുടങ്ങിയ രൂപങ്ങളിൽ ജനിച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതും അങ്ങയുടെ മായയെ അനുകരിക്കൽ മാത്രമാണ്. ഭൂമിയിൽ വിചിത്ര വേഷത്തിൽ ജനിച്ച് പലവിധ കർമ്മങ്ങൾ അങ്ങ് ചെയ്യുന്നത് ഭക്തജനങ്ങൾക്ക് അങ്ങയുടെ കഥാമൃതം ലഭിക്കാൻ വേണ്ടിയാണെന്ന് ചിലർ പറയുന്നു. കോസല രാജാവിൻ്റെ കഠിന തപസ്സിന് ഫലമുണ്ടാകാൻ വേണ്ടിയാണ് അങ്ങ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നാണ് മറ്റു ചിലർ പറയുന്നത്. കൗസല്യയുടെ പ്രാർത്ഥനയനുസരിച്ചാണ് അങ്ങയുടെ അവതാരമെന്ന് ചിലർ പറയുന്നു. വേറെ ചിലർ പറയുന്നത് അങ്ങയുടെ അവതാരം സീതാദേവിയുടെ ഭാഗ്യസിദ്ധിക്ക് വേണ്ടിയാണ് എന്നാണ്. ബ്രഹ്മാവ് അപേക്ഷിച്ചതിനാൽ ദുഷ്ടനായ രാക്ഷസ വംശത്തെ നശിപ്പിക്കുന്നതിനായി അങ്ങ് ഭൂമിയിൽ മനുഷ്യനായി പിറന്നു എന്നുള്ളത് തീർച്ചയാണെന്ന് ചിലർ പറയുന്നു. ഭൂമിയുടെ ഭാരത്തെ കുറയ്ക്കാനാണ് അങ്ങ് ഭൂമിയിൽ അവതരിച്ചതെന്ന് വേറെ ചിലർ പറയുന്നു. ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നശിപ്പിക്കാനാണ് സൂര്യവംശത്തിൽ പിറന്നതെന്നും
ദേവശത്രുക്കളെ വധിച്ച് ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നും ദിവ്യന്മാരായ മുനിജനങ്ങൾ പറയുന്നു. എനിക്കൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഏതൊരുവൻ അങ്ങയുടെ കഥകൾ ആദരവോടെ നിത്യവും പറയുകയും കേൾക്കുകയും ചെയ്യുന്നുവോ അവന് ജീവിതസാഗരം തരണം ചെയ്യാനും അങ്ങയുടെ പാദകമലങ്ങളെ ദർശിക്കാനും കഴിയും. നിന്റെ മായയാൽ ബന്ധിപ്പിക്കപ്പെട്ട എനിക്ക് നിന്റെ രൂപത്തെ എങ്ങനെ അറിയാനും സ്തുതിക്കാനും കഴിയും? ചാപവും അസ്ത്രവും ധരിച്ചവനും ശ്യാമളനും കോമളനും ലക്ഷ്മണനാലും സുഗ്രീവനാലും മറ്റു വാനര ശ്രേഷ്ഠന്മാരാലും സേവിക്കപ്പെടുന്നവനുമായ ശ്രീരാമചന്ദ്രനെ ഞാനിതാ നമസ്കരിക്കുന്നു. രാമചന്ദ്ര, അങ്ങേക്ക് നമസ്കാരം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സ്വയംപ്രഭ ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. മുക്തിപ്രദനായ ശ്രീരാമൻ സന്തോഷപൂർവം ഭക്തയായ യോഗിനിയോട് പറഞ്ഞു, നിന്റെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായി. നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ. സ്വയംപ്രഭ പറഞ്ഞു, ഇന്ന് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി. ഞാൻ എവിടെ വസിച്ചാലും അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ എനിക്കുള്ള ഭക്തിക്ക് ഒരു ഇളക്കവും ഉണ്ടാവാതിരിക്കണം. അങ്ങയുടെ പാദഭക്തന്മാരുടെ ഭൃത്യന്മാരിൽ എനിക്ക് എപ്പോഴും മനസ്സംഗമുണ്ടാകണം. പ്രാകൃതന്മാരായ ആളുകളുമായി ഒരിക്കലും സംസർഗമുണ്ടാകരുത്. എപ്പോഴും ഞാൻ രാമനാമം ജപിക്കാൻ ഇടയുണ്ടാകണം. എൻ്റെ മനസ്സ് എപ്പോഴും രാമപാദത്താൽ രമിക്കണം. മഞ്ഞ വസ്ത്രം ധരിച്ച് ചാപബാണധാരിയായി കിരീടം, തോൾവള, അരഞ്ഞാണം, ഹാരം, മകരകുണ്ടലം, നൂപുരം, ഹേമാങ്കതം തുടങ്ങിയ ആഭരണങ്ങൾ അണിഞ്ഞ് സീതാലക്ഷ്മണ സമേതനായി അങ്ങ് എപ്പോഴും എൻ്റെ മനസ്സിൽ വസിക്കണം. എനിക്ക് ദുർജന സംസർഗം ഒരിക്കലും ഉണ്ടാകരുത്. വിഭോ, എനിക്ക് മറ്റൊരു വരവും ആവശ്യമില്ല. ഇത് കേട്ട് മനോഹരമായ മന്ദസ്മിതത്തോടെ ശ്രീരാമൻ അവളോട് പറഞ്ഞു, ദേവി, നിന്റെ ആഗ്രഹം പോലെ സാധിക്കട്ടെ. മഹാഭാഗേ, നീ ബദര്യാശ്രമത്തിൽ പോയി നിത്യവും എന്നെ ധ്യാനിച്ച് വസിക്കുക. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് നീ പരമാത്മാവായ എന്നിൽ ലയിക്കും. അങ്ങനെ ചേരുമ്പോൾ നിന്റെ ജനന മരണ ദുഃഖങ്ങൾ ഇല്ലാതാകും. ശ്രീരാമദേവന്റെ വാക്യങ്ങൾ കേട്ട് സ്വയംപ്രഭ ബാദര്യാശ്രമത്തിൽ പോയി ശ്രീരാമധ്യാനത്തിൽ മുഴുകി നാരായണപദം പൂകി. അടുത്തത് അംഗദാദികളുടെ സംശയമാണ്. വാനരക്കൂട്ടം സീതയെ അന്വേഷിച്ച് മരക്കൂട്ടങ്ങളിൽ വസിക്കുന്ന അവസരത്തിൽ ഇത്രയും നാളുകൾ കഴിഞ്ഞുപോയിട്ടും ദേവിയെ കണ്ടെത്താൻ കഴിയാത്തതിൽ ദുഃഖിതനായ അംഗദൻ തൻ്റെ ബന്ധുക്കളോട് പറഞ്ഞു, ആ പാതാളത്തിനുള്ളിലൊക്കെ നടന്ന് എത്ര നാൾ കഴിഞ്ഞുപോയെന്ന് അറിഞ്ഞുകൂടാ. 1 മാസം കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയാണ്. നാം ഇതുവരെ സീതാദേവിയെ കണ്ടെത്തിയതുമില്ല. രാജാവിൻ്റെ ആജ്ഞയെ അനുസരിക്കാതെ വെറുതെ രാജധാനിയിലേക്ക് നാം പോവുകയാണെങ്കിൽ നമ്മെ അദ്ദേഹം വധിക്കുമെന്നത് തീർച്ചയാണ്. സുഗ്രീവന്റെ ശാസനം നിഷ്ഫലമാവുകയില്ല. പ്രത്യേകിച്ചും ശത്രുവിൻ്റെ പുത്രനായ എന്നെ വധിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. എന്നോട് സുഗ്രീവന് പ്രീതിയേയില്ല. എന്നെ രക്ഷിച്ചത് ശ്രീരാമചന്ദ്രനാണ്. രാമകാര്യത്തെ സാധിക്കാതെ ചെല്ലുകയാണെങ്കിൽ സുഗ്രീവൻ എന്നെ വധിക്കും. ആത്മാവിന് തുല്യയായ ജ്യേഷ്ഠപത്നിയെ നാണമില്ലാതെ പ്രാപിച്ചു വാഴുന്ന പാപിയായ സുഗ്രീവന് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? അവൻ്റെ അടുക്കലേക്ക് ഞാൻ തിരിച്ചു പോകില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചുകൊള്ളാം. നിങ്ങളെല്ലാവരും വല്ലവിധവും മടങ്ങിപ്പോയിക്കൊള്ളും. അംഗദൻ ഇങ്ങനെ പറഞ്ഞ് കരയുന്നത് കണ്ട് വാനരന്മാർ തുല്യ ദുഃഖത്തോടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് മിത്രഭാവത്തോടു കൂടി പറഞ്ഞു, നീ ഇങ്ങനെ ദുഃഖിക്കരുത്. നിന്നെ രക്ഷിക്കുന്നതിന് ഞങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഗുഹയിൽ പ്രവേശിച്ച് എല്ലാ കാലവും നമുക്ക് സുഖമായി വസിക്കാം. എല്ലാ സൗഭാഗ്യങ്ങളുള്ളതും ദേവലോകത്തിന് തുല്യവുമായ ആ നഗരിയിൽ നമുക്ക് ആരെയും പേടിക്കാനില്ല. അംഗദ, നമുക്ക് ഒട്ടും താമസിക്കാതെ അങ്ങോട്ട് പോകാം. അംഗദനോട് വാനരന്മാർ ഇപ്രകാരം പറയുന്നത് കേട്ട് മനോഗതം മനസ്സിലാക്കി നയകോവിതനായ ഹനുമാൻ അംഗദനെ തലോടിക്കൊണ്ട് പറഞ്ഞു, എന്തൊരു ദുർവിചാരമാണ് നിന്റെ ഉള്ളിലുള്ളത്. ഇത്തരം അബദ്ധം ആരും ചിന്തിക്കരുത്. ശ്രീരാമന് ഏറ്റവും പ്രിയപ്പെട്ടവനായ താരാസുതനാണ് നീ. നിന്നോട് അദ്ദേഹത്തിന് അതിയായ വാത്സല്യമുണ്ട്. ഇത് എനിക്കല്ലാതെ മറ്റാർക്കും അറിവില്ല. നീ അദ്ദേഹത്തിന് ലക്ഷ്മണനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. നിന്റെ സാമർത്ഥ്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് നിന്നോടുള്ള വാത്സല്യത്തിന് ഒരു ഇളക്കവും ഉണ്ടാവുകയില്ല. സ്വർണത്തിന് നിറഭേദമുണ്ടാകുമോ? ആയതിനാൽ ഒരിക്കലും നിനക്ക് ശ്രീരാമനിൽ നിന്ന് ഒരു ഭയവും ഉണ്ടാവുകയില്ല.
മഹാഭക്തനായ വാനര രാജാവായ സുഗ്രീവന് ആരോടും ശത്രുതയില്ല. അതുകൊണ്ട് അങ്ങോട്ടും ദുഃഖിക്കേണ്ടതില്ല. അംഗദ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനും നിന്റെ അഭ്യുതകാംക്ഷിയാണ്. അജ്ഞാനികളുടെ വാക്കുകേട്ട് നീ ഭ്രമിക്കരുത്. ദോഷം വരാതിരിക്കാൻ ഗുഹയിൽ വസിക്കാമെന്ന് വാനരന്മാർ നിന്നോട് പറഞ്ഞില്ലേ? ഈ 3 ലോകങ്ങളിലും രാമാസ്ത്രത്തിന് അഭേദ്യമായിട്ടൊന്നുമില്ല. അല്പജ്ഞാനികൾ പറയുന്ന കാര്യം കേട്ട് ദുർബോധമുണ്ടാകരുതേ. ആപത്ത് വന്നെടുക്കുന്ന വേളയിൽ സജ്ജനങ്ങളുടെ വാക്കുകൾ വിശ്വാസത്തിൽ എടുത്തില്ലെന്ന് വരാം. ദുർജനങ്ങളെ വിശ്വസിക്കുകയും സജ്ജനങ്ങളെ അവിശ്വസിക്കുകയും ദേവന്മാർ, ബ്രാഹ്മണർ, കുലധർമ്മം എന്നിവയാൽ വിശേഷിക്കുകയും മുൻബന്ധങ്ങളോട് ശത്രുത പുലർത്തുകയും ചെയ്യുന്നവൻ വംശനാശത്തിന് കർത്തവ്യനായിത്തീരുന്നു. ഹനുമാൻ അംഗദനോട് വീണ്ടും പറഞ്ഞു, അത്യന്തം രഹസ്യമായ ഒരു വൃത്താന്തം ഞാൻ നിന്നോട് പറയാം. നീ കേട്ടുകൊള്ളൂ. ശ്രീരാമദേവൻ സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം ജഗന്മയനായ നാരായണനാണ്. സീതാദേവി വിഷ്ണുവിൻ്റെ പത്നിയായ മായാ ഭഗവതിയാണ്. ലക്ഷ്മണൻ ഈ ലോകത്തിനാധാരമായ സർപ്പശ്രേഷ്ഠനായ അനന്തനാകുന്നു. വൈകുണ്ഠവാസിയായ നാരായണൻ ബ്രഹ്മദേവന്റെ പ്രാർത്ഥനയാൽ രാക്ഷസ വംശത്തെ നശിപ്പിച്ച് ജഗത്രയത്തെ രക്ഷിക്കുന്നതിനായി സൂര്യവംശത്തിൽ അയോധ്യയിൽ മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണ്. അദ്ദേഹം മനുഷ്യനായി അവതരിച്ചപ്പോൾ അദ്ദേഹത്തെ പരിചരിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ നിയോഗത്താൽ നമ്മൾ വാനരന്മാരായി ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണ്. നാം എല്ലാം പണ്ട് മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം നമുക്ക് സേവകന്മാരുടെ പദവി തന്നു. അദ്ദേഹത്തെ സേവിച്ച് വൈകുണ്ഠ ലോകം പ്രാപിക്കാൻ ഇനി ഒട്ടും വൈകേണ്ടതില്ല എന്ന് നീ അറിയുക. അംഗദനെ ഹനുമാൻ നല്ല വാക്കുകൾ പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിന്നീട് അവർ സീതാദേവിയെ അന്വേഷിച്ച് വിന്ധ്യാചലത്തിലെത്തി. അവസാനം ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്ത് മഹേന്ദ്രഗിരിയുടെ താഴ്വാരത്തെത്തി. മറുകര കടക്കാൻ വളരെ പ്രയാസമേറിയതും അഗാധവും ഭയങ്കരവും ആയ സമുദ്രം കണ്ടിട്ട് അംഗദനും മറ്റു വാനന്മാരും ഭയന്ന് ദുഃഖിതരായി. അവർ ഓരോന്ന് ചിന്തിച്ച് പരസ്പരം മന്ത്രിച്ചു. ഇനി എന്ത് ചെയ്യണം എന്ന് ഓർക്കണം. ആ ഗുഹയ്ക്കുള്ളിൽ കടന്ന് പരിഭ്രാന്തരും ദുഃഖിതരുമായി നാം കഴിഞ്ഞുകൂടി. 1 മാസം കഴിഞ്ഞിട്ടും സീതാദേവിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാവണനെയും നാം കണ്ടെത്തിയില്ല. സുഗ്രീവൻ കഠിന ശിക്ഷ നൽകുന്നവനാണ്. അവൻ നമ്മെ വധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ക്രുദ്ധനായ സുഗ്രീവൻ്റെ കയ്യാൽ വധശിക്ഷ ഏറ്റുവാങ്ങുന്നതിനേക്കാൾ ഭേദം ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്നതാണ്. മോക്ഷം ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ നിശ്ചയിച്ച് ഉറച്ച് കപികുലം ദർഭ വിരിച്ചു കടന്നു. അടുത്ത നമുക്ക് സമ്പാദ്യവാക്യമാണ് വായിക്കാനുള്ളത്. അത് നാളെ വായിക്കാം. എല്ലാവർക്കും നമസ്കാരം.